നിങ്ങളൊരു ഐഫോൺ യൂസറാണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന സിരി ഓട്ടോമേഷനാണ് ഇത്. അതായത് നിങ്ങൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോസ് ഇതുപോലുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പം പൊതുവെ നിങ്ങളുടെ ഐഫോണിൽ റൊട്ടേഷൻ ലോക്ക് യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കയറുമ്പം നമ്മൾ ഫുൾ ഡിസ്പ്ലേ കാണാൻ വേണ്ടി കൺട്രോൾ സെൻറ്ററിൽ പോയിട്ട് ഈ ഒരു റൊട്ടേഷൻ ഡിസേബിൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ കാണിച്ചു തരുന്ന സിരി ഓട്ടോമേഷൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ സിരി ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്യുക. ഓട്ടോമേഷൻ ടാബിൽ ഏറ്റവും ടോപ്പിലുള്ള പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ആപ്പ് എന്നുള്ളിടത്ത് ടാപ്പ് ചെയ്യുക. ഇവിടെ ഈസ് ഓപ്പൺ ഈസ് ക്ലോസ്ഡ് രണ്ടും എനേബിൾ ചെയ്യുക. ദെൻ റൺ ഇമ്മീഡിയറ്റ്ലി കൊടുക്കുക. ചൂസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ്, അതുപോലെ തന്നെ യൂട്യൂബ്, വേണ്ട ആപ്ലിക്കേഷൻസ് എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. ഇവിടെ ന്യൂ ബ്ലാങ്ക് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും, അതിൽ ടാപ്പ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ താഴെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് ഓറിയൻറ്റേഷൻ ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും, അവിടെ ടാപ്പ് ചെയ്യുക. ടോഗിൾ എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെ പ്ലേസ് ചെയ്യുക. ഡൺ കൊടുക്കുക. ഡൺ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓട്ടോമേഷൻ സെറ്റ് ആയിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, യൂട്യൂബ് ആപ്ലിക്കേഷനിൽ കയറുന്നതിന് മുന്നേ ഓറിയൻറ്റേഷൻ എനേബിൾഡ് ആണ്. ഇനി നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു, നമ്മുടെ വീഡിയോ ജസ്റ്റ് ഞാനങ്ങ് പ്ലേ ചെയ്തു. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഓറിയൻറ്റേഷൻ അൺലോക്ക്ഡ് ആണ്. ഇനി നമ്മൾ യൂട്യൂബിൽ നിന്ന് എക്സിറ്റ് ചെയ്യുവാണ്. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തു, എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കൺട്രോൾ സെൻറ്ററിൽ കയറുമ്പം ഇവിടെ വീണ്ടും ഓറിയൻറ്റേഷൻ വീണ്ടും ലോക്കായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇത് കയറുമ്പം അൺലോക്ക് ആവും, ഇതിൽ നിന്ന് ഇറങ്ങുമ്പം ഇത് ലോക്ക് ആകുന്നതുമായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും അതോടൊപ്പം യൂട്യൂബ് ചാനൽ അതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്.